നമസ്കാരം. 2025 എക്സാമിനേഷൻ്റെ കലണ്ടേഴ്സ് PSC നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ. അപ്പം അതിൽ വരുന്ന പരീക്ഷകളുടെയൊക്കെ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡിഗ്രി പ്രിലിമിനറി, അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, അങ്ങനെ ഒരുവിധപ്പെട്ട പരീക്ഷകളുടെ എല്ലാം സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കഴിഞ്ഞ വർഷത്തെ സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ എക്സാമിൻ്റെ സിലബസാണ്. അത് ചരിത്രം 5 മാർക്കിനുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. ചരിത്രം 5 മാർക്കിനുണ്ട്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം അതിൽ നിന്ന് 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അത് 3 മാർക്കിന്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിന്, ലഘുഗണിതവും മാനസിക ശേഷി അത് 10 മാർക്കിന്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. പൊതുവിജ്ഞാനത്തിനകത്ത് ചരിത്രത്തിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്രനരുതാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇതാണ് കേരളത്തിൽ നിന്നുള്ളത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ളതാകുമ്പം രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്ര കാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശനയം. ഇതാണ് ഇന്ത്യയെ പറ്റിയിട്ടുള്ളത്. ലോകത്തിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യ രാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെത്. നെക്സ്റ്റ് ജോഗ്രഫി വരുമ്പോഴത്തേക്ക് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. അതാണ് ജോഗ്രഫിയിൽ ജനറലായിട്ട് പറയുന്നത്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയും കേരളമുണ്ട്. ഇന്ത്യക്കകത്ത് ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജലം, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. അതാണ് ഇന്ത്യക്കകത്തുള്ളത്. ഇനി കേരളം വരുമ്പം ഭൂപ്രകൃതിക്ക് വരുന്ന ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അടുത്തത് എക്കണോമിക്സിനകത്ത് വരുന്നത് 5 മാർക്കിന് ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇതാണ് എക്കണോമിക്സിനകത്ത് വരുന്നത്. ഇനി ഭരണഘടന 5 മാർക്കിന് വരുന്നുണ്ട്. അതിനകത്ത് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. അത് തന്നിട്ടുണ്ട് നമുക്ക്. 42, 44, 52, 73, 74, 86, 91.
പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമ്മുടെ LDയുടെ സിലബസ് പോലെ തന്നെയാണ്. നെക്സ്റ്റ് ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിനുണ്ട്. അതിനകത്ത് സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ഇത്രയുമാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്നുള്ള ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇനി അടുത്ത ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിനാണുള്ളത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയുമാണ് ജീവശാസ്ത്രത്തിൽ വരുന്നത്. ഇനി ഭൗതികശാസ്ത്രം 3 മാർക്കിനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ: ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. അടുത്തത് ചലനത്തിലത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്റ്റൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. അതാണ് ചലനം എന്നുള്ളതിനകത്ത് വരുന്നത്. ഇനി അടുത്ത പ്രകാശത്തിനകത്ത് ലെൻസ്, ദർപ്പണം. ഇനി ആ ഇക്വേഷൻ ഉണ്ടല്ലോ, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇതാണ് പ്രകാശത്തിൽ നിന്നുള്ളത്. ഈ ശബ്ദത്തിൽ നിന്നാകുമ്പോൾ വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പതനം. ഇനി ബലം വരുമ്പോഴത്തേക്ക് വിവിധ തരം ബലങ്ങൾ, ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവക മർദ്ദം, പ്ലവക്ഷമ ബലം, ആൽക്കമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡിഷൻ ആൻഡ് കൊഹിഷൻ ബലം, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. ഇനി നെക്സ്റ്റ് ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പാലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം. അതാണ് ഗുരുത്വാകർഷണം എന്നുള്ള ടോപ്പിക്കിന്. ഇനി താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. അതാണ് താപത്തിൽ നിന്നുള്ളത്. നെക്സ്റ്റ് പ്രവൃത്തി എന്നുള്ളത് ഇന്ന് പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ. അതായപ്പോഴത്തേക്ക് ഫിസിക്സ് തീർന്നു. നേരത്തെ കെമിസ്ട്രി 3 മാർക്കിന്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ. മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. നേരത്തെ ലോഹങ്ങളിനകത്താണെങ്കിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. ഇത്രയുമാണ് കെമിസ്ട്രിക്കകത്ത് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കല, കായികം, സാഹിത്യം, സംസ്കാരം. അതും 5 മാർക്കിനാണ് പറഞ്ഞേക്കുന്നത്. കലയ്ക്കകത്ത് വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാരന്മാർ. കേട്ടോ. അടുത്ത കായികത്തിനകത്ത് വരുന്നത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. ഈ പ്രധാന അവാർഡുകൾ എന്ന് പറയുമ്പോൾ അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്നുള്ളതാണ്. പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പ്രധാന കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. ഒളിമ്പിക്സിനകത്ത് അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, എവിടെ വെച്ചാണ് നടന്നെന്നുള്ള രാജ്യങ്ങൾ, വിജയികൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. അടുത്ത ഏഷ്യൻ ഗെയിംസ്,
ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് എന്നിവയുടെ വേദികൾ, രാജ്യങ്ങൾ, ഇവയിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, മറ്റിതര വസ്തുക്കൾ. ഇനി ദേശീയ ഗെയിംസ് ഉണ്ട്. ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, അന്നത്തെ താരങ്ങൾ, അവരുടെ നേട്ടങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും. അത്രയപ്പോൾ സ്പോർട്സ് കഴിഞ്ഞു. ഇനി സാഹിത്യത്തിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവരുടെ കർത്താക്കൾ. അടുത്തത് എഴുത്തുകാർ. എഴുത്തുകാരുടെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും വേണം. കഥാപാത്രങ്ങൾ ഏത് കൃതിയിൽ നിന്നുള്ളതാണെന്നുള്ളത്. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. കവിത തരത്തിലെ 2-4 വരി കവിത വന്നിട്ട് ആരെഴുതിയതാണ്, ഏത് കവിതയിൽ നിന്നുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. അടുത്തത് പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ. അവാർഡിന് അർഹരായ എഴുത്തുകാരും കൃതികളും. ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരുടെ വിവരങ്ങളും. മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. അത് കഴിഞ്ഞു. അടുത്ത സംസ്കാരം എന്നുള്ള മേഖലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇത്രയായപ്പോഴത്തേക്ക് കല, സാഹിത്യം, സംസ്കാരം എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ 3 മാർക്കിനാണ്. ഡിഗ്രിയുടെ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് തോന്നുന്നു. ഹാർഡ്വെയർ, അതായത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, പോപ്പുലറായിട്ടുള്ള ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ പാക്കേജ്, അതായത് വേർഡ്, എക്സൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ലാൻഡ്, മാൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. അതുപോലെ തന്നെ ഈ നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ഉണ്ട്. ഇൻ്റർനെറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, വെബ് ഡിസൈനിങ് ഉണ്ട്, ഇ ഗവേണൻസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് സൈബർ ലോസ് ഉണ്ട്, ടൈപ്സ് ഓഫ് ക്രൈമും IT ആക്റ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് സുപ്രധാന നിയമങ്ങൾ, 5 മാർക്കിനുള്ളതാണ്. അതിനകത്ത് വരുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇൻഫർമേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. SC/ST ആക്ട്, നാഷണൽ കമ്മീഷൻ ഫോർ SC/ST, കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അടുത്തത് ആനുകാലിക വിവരങ്ങൾ. ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പരിശോധനയും അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 5 മാർക്കിൻ്റെ ആനുകാലിക വിവരങ്ങൾ 20 മാർക്കിനാണ്. അത് കഴിഞ്ഞിട്ട് മാത്സ് മാനസിക ശേഷിയും ശേഷി നിരീക്ഷണ പാഠവും എന്നുള്ളതിനകത്ത് വരുന്നത് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇനി ഇംഗ്ലീഷ് 10 മാർക്കിനാണ്. അത് ജനറൽ ഇംഗ്ലീഷ്, ഗ്രാമർ 5 മാർക്കിനും വൊക്കാബുലറി 5 മാർക്കിനും. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ്, വെർബ്, ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് ആക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റ് ആൻഡ് ജെറൻസ്, ടെൻസ്, കണ്ടീഷണൽ സെൻറ്റൻസ്, prepositions, use of correlatives, direct and indirect speech, active and passive voice, correction of sentence, degrees of comparison. ഇത്രയാണ് ഗ്രാമറിനകത്ത് വരുന്നത്. ഇനി വൊക്കാബുലറിക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടുള്ളത്. വേർഡ് ഫോർമേഷൻ ഫ്രം വൺ വേർഡ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, compound word, synonyms, antonyms, phrasal verb, foreign word and phrases, one word substitutions, word often confused, spelling test, idioms and their meaning,
കോമൺ അബ്രിവേഷൻസ്. ഇത് ആയപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞ്. ഇനി 10 മാർക്ക് മലയാളം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ ഏതെന്ന് വെച്ചാൽ നമുക്ക് മലയാളമാണല്ലോ. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, അതായത് വാക്യം ചേർത്തെഴുതുക. അപ്പം ഇതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് എന്ന് പറയുന്നത്. താങ്ക് യു.